പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മളെ അമ്മേന്റെ ക്രിസ്മസ് ആണ്, പിന്നെ ധനുപ്പത്താണ് അമ്മേന്റെ പിറന്നാളാട്ടെ ഇന്ന്. അപ്പൊ ആദ്യം അമ്മക്ക് ഹാപ്പി ബർത്ത്ഡേ. അപ്പൊ നമ്മളിന്ന് അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടി നോക്കലാട്ടാ. ഏതമ്പലത്തിലാ പോകുന്നത്? ഉണ്ടയാമ്പറമ്പ് അമ്പലത്തേക്ക്. അപ്പൊ ഉച്ച തിരിഞ്ഞാൽ ഉച്ചരിക്കാൻ പാടില്ലാത്ത അമ്പലാട്ടാ. അപ്പൊ നമ്മള് അവിടത്തേക്കാ പോകുന്നത്. അവിടെ ഇന്ന് ഉത്സവം കൂടിയാന്ന്. അപ്പൊ കുറച്ചിനി അവിടുത്തെ വിശേഷങ്ങൾ അറിയാൻ പോയിട്ട് അപ്പൊ നമുക്ക് അവിടെ കുറച്ച് കാണാനൊക്കെ ഉണ്ട്, കുറച്ച് കാവടി അതും ഇതൊക്കെ ഉണ്ട്. അവിടുത്തെ കാഴ്ചകൾ നമ്മളിവിടെ അപ്പൊ നമ്മളെ വീട്ടിൽ നിന്ന് ഒരു 6 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. 5.5 മാക്സിമം 6 കിലോമീറ്റർ അല്ലേ? 6 ഉണ്ടാവും. 5 കിലോമീറ്റർ വീട്ടിൽ നിന്ന് അമ്പലത്തിലേക്ക്. അപ്പൊ നമ്മളങ്ങനെ അമ്പലത്തിൽ പോയി മടങ്ങി കേട്ടാ. അമ്മയും വല്യമ്മയും എല്ലാരും ബാക്കിലുണ്ട്. പിന്നെ അപ്പൊ ഉച്ച കഴിഞ്ഞാല് ഉരിയാടാൻ പാടില്ല.
ക്ഷേത്രത്തിനെ പറ്റി. അപ്പൊ അതിന്റെ ഐതിഹ്യം എന്താന്ന് നമുക്ക് വെല്ലുമയോട് ചോദിക്കാട്ടാ. വെല്ലുമ്മയുണ്ട് ബാക്കില്. വെല്ലുമ്മ, ഉച്ച കഴിഞ്ഞാൽ ഉരിയാടേറുന്നാണ് ഈ ക്ഷേത്രത്തിന് പണ്ട് പറയുന്നത്. അത് ചണ്ണൻ മുണ്ണ എന്ന് പറയുന്ന രണ്ട് അസുരന്മാരെ ദേവി നിഗ്രഹം കഴിഞ്ഞ് ദേവി വരുന്ന കാണായിട്ട് ശിവൻ ഭൂതഗണങ്ങളുമായിട്ട് പുറപ്പെടും. അത് ഉച്ച കഴിഞ്ഞിട്ടാണ് ഈ സംഭവം നടക്കുന്നത്. അപ്പോ ആടി എത്തുമ്പോ ശിവനാണ് എന്നുള്ളത് ആ ദേവി അറിയുന്നില്ല. കോപാന്തിയായ ദേവി കാലെടുത്ത് ഇങ്ങനെ വെച്ച് നോക്കുമ്പോ താഴോട്ട് നോക്കുമ്പോഴാണ് ശിവനാണെന്നുള്ള മനസ്സിലായത്. അത് കണ്ടപ്പോ ദേവിക്ക് സങ്കടമായി. ഈ കാര്യം ആരോടും മിണ്ടരുത് എന്ന് പറഞ്ഞ് അതാണ് ഉച്ച കഴിഞ്ഞ ഉരിയാടറ് മിണ്ടരുത്. പിന്നെ മുണ്ടയാമ്പറമ്പ് എന്ന് ലോപിച്ച് ഇപ്പോഴത്തെ മുണ്ടയാമ്പറമ്പ് എന്നായിന്ന ഓരോരുത്തർ പഴമക്കാര് പറയുന്നത്. മിണ്ടാപ്പറമ്പ് മുണ്ടയാമ്പറമ്പ് മിണ്ടാപ്പറമ്പായി അങ്ങനെ ലോപിച്ചിപ്പോ ഇപ്പോഴത്തെ മുണ്ടയാമ്പറമ്പ്. ഈ ക്ഷേത്രത്തിന്റെ മുകളിലുള്ള കറക്ക് മീത്തൽ എന്നും പറയുന്നുണ്ട്. അതെ. ആ സ്ഥാനം ഇപ്പൊ ഒരു ചെക്കിത്തറിയലുള്ള ഒരു സ്ഥലതാ. കുറച്ച് ചൂലമൊക്കെ വെച്ചിട്ട് ആ സ്ഥലത്ത് ആ അമ്പലത്തിൽ കയറി അടുത്ത ഭാഗത്ത് ഒരു തറിയും എല്ലാം ആയിട്ട് ഉണ്ട്. അങ്ങനെയാണ് പരാശക്തി എന്റെ സങ്കല്പം പറയുന്നത്.